ചില സഹോദരങ്ങൾ ചെറിയ കംപ്ലൈൻറ്റ് പറയും. കംപ്ലൈൻറ്റ് ഇതാണ്: പുതുക്കൽ കഴിഞ്ഞാൽ, ഫസ്റ്റ് പുതുക്കൽ കഴിഞ്ഞാൽ, പച്ച പേപ്പർ കഴിഞ്ഞാൽ നീല പേപ്പർ വരുമല്ലോ. അപ്പോൾ നീല പേപ്പർ വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള ക്ലാസ്സുകളെല്ലാം സെയിം. പുതുക്കലിന് പുതിയ ക്ലാസ്സുകളില്ല, പഴയ ക്ലാസ്സുകൾ തന്നെയാണ് ആൾക്കാർ കേൾക്കുന്നത്. ആ ക്ലാസ്സുകൾ ആൾക്കാർക്ക് മനഃപ്പാടമാണ്. അപ്പോൾ അതുകൊണ്ട് ചില ആൾക്കാർ പുതുക്കൽ വെള്ള പേപ്പർ, അതുപോലെ തന്നെ നീല പേപ്പർ കഴിഞ്ഞിട്ട് വെള്ള പേപ്പർ, സിൽവർ ഗ്രേ വരെ ഉണ്ട്. അങ്ങനെ ഉടമ്പടി ജീവിക്കുന്ന, ഉടമ്പടി ഒരു ജീവിത ശൈലിയായിട്ടും, ഉടമ്പടി ഒരു സ്വഭാവവും, ഉടമ്പടി ഒരു സ്വത്വം ആയിട്ടും, പിന്നെ ഉടമ്പടി ഒരു സ്വഭാവമായിട്ടും, പിന്നെ ഉടമ്പടി ഒരു സമ്പ്രദായമായിട്ടും, ഉടമ്പടി ഒരു സംസ്കാരമായിട്ടും ഒക്കെ ഇങ്ങനെ ആചരിച്ച് ജീവിച്ചു പോകുന്ന ആൾക്കാരുടെ എണ്ണം ഇന്ന് കൂടുതലാണ്. ശരിക്കും ഉടമ്പടി ഒരു സംസ്കാരമാണ്. ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് ആത്മീയമായ ഒരു, ഈ കാലത്ത് ഏറ്റവും ശക്തമായ അടിവേരുകളുള്ള, പതറാത്ത, പ്രതിസന്ധികൾ പതറാതെ പ്രാർത്ഥനയും പ്രത്യാശയോടെ പോകുന്ന, സന്തോഷത്തോടെ നൽകുന്ന സാഹചര്യങ്ങൾക്ക്, അത് പ്രതികൂലമോ അനുകൂലമായ സാക്ഷ്യങ്ങൾക്ക്, അനുഭവങ്ങൾക്ക് സാക്ഷ്യമായിട്ട് ജീവിക്കുന്ന വലിയ ആഴമുള്ള ഒരു ആധ്യാത്മികതയുടെ ഉടമയുള്ള ആൾക്കാരാണ് ഉടമ്പടി സംസ്കാരമായിട്ട് പോകുന്നവരെ. അപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞങ്ങളുടെ ഒരു പ്രഖ്യാപിത നിലപാടിതാണ്: ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ പുതുക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഈ നമ്മുടെ അവിടുത്തെ പുതുക്കലിൻ്റെ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യും. പിന്നെ നിങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഉടമ്പടിയിലെ അപ്ഡേഷൻസാണ് നോക്കേണ്ടത്. ഉടമ്പടിയിലെ അപ്ഡേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഉടമ്പടിയിലും, ഉടമ്പടി ഇങ്ങനെ ദൈവാനുഭവത്തിന് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. ഉടമ്പടി ശരിക്കും ഇങ്ങനെ ഓരോ ദിവസവും ജനങ്ങളുടെ പുതിയ പുതിയ ദൈവാനുഭവങ്ങളിലൂടെ ഉടമ്പടി ജീവിതം ഇങ്ങനെ പുതിയ ആധ്യാത്മിക സാധ്യതകൾ നൽകിക്കൊണ്ട് വളരെ ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴെന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഓൾറെഡി അച്ഛൻ്റെ അപ്ഡേഷൻസ് കേൾക്കുന്നുണ്ടല്ലോ, എല്ലാ ചൊവ്വാഴ്ചയിലുമുള്ള ധ്യാനങ്ങൾ കൂടുന്നുണ്ടല്ലോ. അതാണ് എൻ്റെ അപ്ഡേഷൻസ് എന്ന് പറയണത്. ഇനിയിപ്പോഴേ പച്ച പേപ്പർ നീലയിലേക്ക് പുതുക്കാൻ നേരത്ത് ഇനിയിപ്പോൾ ക്ലാസ്സില്ല. ക്ലാസ്സിന് പകരം കൗൺസിലേഴ്സ് ഇരുന്ന് നിങ്ങളുടെയൊക്കെ 40 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ 40 ക്വസ്റ്റ്യൻസും ഉടമ്പടി ധ്യാനത്തെ ബേസ് ചെയ്തായിരിക്കും. അപ്പം നിങ്ങൾ ഉടമ്പടി ധ്യാനം പഠിച്ചിരിക്കണം. അതാണ് എൻ്റെ ക്ലാസ് എന്ന് പറയുന്നത്. ഉടമ്പടി ധ്യാനം പഠിച്ചിരിക്കണം. ഓരോ ദിവസവും ഓരോ ടോപ്പിക്കാണ് ധ്യാനം. ഒന്നും പരസ്പരം ചിലപ്പോൾ ഒരു ആവർത്തിക്കപ്പെടത്തില്ല. എല്ലാം പുതിയ സബ്ജക്റ്റുകളാണ്. നമ്മൾ 65 വയസ്സുകാർക്ക് സാധാരണഗതിയിൽ ഉടമ്പടി എടുക്കാൻ അനുവദിക്കത്തില്ല. കാര്യം അവർ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യത്തില്ല എന്നുള്ള ഞങ്ങളുടെ ഒരു ധാരണയോ തെറ്റിദ്ധാരണയോ ആണ്. പക്ഷേ ചില 65 വയസ്സുകാരൊക്കെ ഇടിവെട്ട് പ്രവർത്തനമുള്ളവർ. അപ്പോൾ ഞങ്ങൾക്ക് അവരെ കാണുമ്പോൾ അറിയാം. അപ്പോൾ നമുക്കറിയാം അവർ ചെയ്യും എന്നറിയാം. എങ്കിൽ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടമ്പടി ചെയ്തോളാൻ പറയും. ചില കാണുമ്പോൾ തന്നെ അറിയാം അവരിത് നടക്കത്തില്ല. ചുമ്മാ പേരക്കിടാങ്ങൾക്ക് വേണ്ടി പേരക്കിടാങ്ങളോ അല്ലെങ്കിൽ മക്കളോ ഇവരെ ഉന്തിത്തള്ളി വിട്ടിരിക്കുകയാണ്. മക്കൾക്കും പേരക്കിടാങ്ങൾക്കും വന്ന് ഉടമ്പടി എടുക്കാൻ കഴിയുകയില്ല. കാര്യം കൈപൊള്ളുന്ന പരിപാടിയാണല്ലോ. അതുകൊണ്ട് ഇവരെ കരുവാക്കി ഇവരെ ഉന്തിത്തള്ളി വിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള വേട്ടമൃഗങ്ങളെ കാണുമ്പോഴും ഞങ്ങൾക്കറിയാം ഇത് വേറെ ആൾക്കാരുടെ ഇരകളാണ്, ഇവരെ ഉടമ്പടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ആർക്കോ വേണ്ടി ഒപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുക. അപ്പോൾ ഞങ്ങൾ റിജക്റ്റ് ചെയ്ത് കളയും. അതിലൊക്കെ അധികാരം കമ്മ്യൂണിസ്റ്റേഴ്സിനും അവിടെ ഓഫീസിലിരിക്കുന്ന ആൾക്കാർക്ക് കൊടുത്തിരിക്കുകയാണ്. ഞാനത് ഇടപെടത്തിലേക്ക് ആൾക്കാരെ കാണുമ്പോൾ തന്നെ അവർക്കറിയാം. കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് സത്യസന്ധതയുടെ ഒരു പ്രാർത്ഥനയാണ്. സത്യസന്ധത ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ വെളുക്കാൻ തേക്കണത് പാണ്ടാകും. അത് ഉറപ്പായിട്ടും ആകും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിനെ ഇങ്ങനെ ഒരു സാക്ഷ്യം, ഇപ്പോൾ കൊച്ചുത്രേസ്യ വർഗീസിൻ്റെ സാക്ഷ്യം എന്താണ് എൻ്റെ മനസ്സിനെ കുലുക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഭയങ്കര റിമോട്ട് കൺട്രോൾ ഇരുന്നുകൊണ്ട്, അതായത് ഇറ്റലിയിൽ നിന്ന് ചെക്കോസ്ലോവാക്യയ്ക്ക് പോകേണ്ട ഒരു മകളെ, അവൾക്ക് അവിടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഇവിടെ ഇരുന്നുകൊണ്ട് റിമോട്ടിൽ കൺട്രോൾ ചെയ്യണ കാണാം. ഈ പ്രെയർ നമ്മൾ ദൈവവുമായിട്ട് നല്ല ബന്ധമായി കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി അതിൻ്റെ സാക്ഷാൽ വിശ്വരൂപം കാണിക്കും. നിങ്ങൾ പറയുന്ന പല സാക്ഷ്യങ്ങളും ഉടമ്പടിയിൽ 50% താഴെ ആൾക്കാർ ജനറലായിട്ട് പറയുന്ന സാക്ഷ്യങ്ങളാണ്. അതിന് മുകളിൽ ഒത്തിരിയേറെ ദൈവാനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ മകളുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അവളുടെ മകൾക്ക് IELTS കാലത്ത് പ്രശ്നം ഉണ്ടായിരുന്നു.
പരീക്ഷക്കാലത്ത് പ്രശ്നം ഉണ്ടായിരുന്നു, ഓഫർ ലെറ്റർ വന്ന കാലത്ത് പ്രശ്നം ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂവിൻ്റെ കാലത്ത് പ്രശ്നം ഉണ്ടായിരുന്നു, ജോലിയുടെ അസൈൻമെൻറ്റ് കാലത്ത് പ്രശ്നം ഉണ്ടായിരുന്നു. ഇങ്ങനെ മൊത്തം പ്രശ്നമാണ്. ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പ്രാർത്ഥിച്ച് ഈ അമ്മയും മകളും കൂടി പ്രാർത്ഥിച്ച് തരണം ചെയ്ത് അവസാനം രാജ്യം വിട്ടു പോയവർ രാജ്യം വിട്ടുപോയി ഇറ്റലിയിലായി. ഇറ്റലിയിൽ നിന്ന് ഇവർക്ക് ഇനി ചെക്കോസ്ലോവാക്യയിലേക്ക് പോകണം. പക്ഷേ ചെക്കോസ്ലോവാക്യയിലേക്ക് ഫ്ലൈറ്റ് ഇല്ല, കോവിഡാണ്. അതാണ് പ്രശ്നം. രാവിലെ 10:30 അവർ ചെന്ന് വിമാനത്താവളത്തിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഫ്ലൈറ്റ് ക്യാൻസൽഡ് ആണെന്ന് പറഞ്ഞു. ചെക്കിലേക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസൽഡാണ്, ഫ്ലൈറ്റ് ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ മകൾ കാറിക്കുപോയി അമ്മയെ വിളിച്ചു, അമ്മയെ ഞാൻ ഇന്ത്യയിൽ തിരിച്ചു പോകാൻ പറ്റത്തില്ല, ഞാൻ വെക്കറ്റ് ചെയ്ത് പോകുന്നതാണ്, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റില്ല, ഫ്ലൈറ്റ് ഇവിടെ ഇല്ല, ഞാൻ വിമാനത്താവളത്തിൽ ഒറ്റക്കാണ്, ഇവിടെ ആരുമില്ല, കോവിഡാണ്, ഇവിടെ എല്ലാം കോവിഡായത് കാരണം നമുക്കറിയാം. കോവിഡ് കാലത്ത് വെച്ചാൽ മരുഭൂമി പോലെയല്ല വിമാനത്താവളം കിടക്കണം, ഒരു മനുഷ്യനുണ്ടാകത്തില്ല, ആരോട് സംസാരിക്കത്ത് പോലും ഇല്ല, പേടിയാണ്. അപ്പം അതുകൊണ്ട് സംസാരമില്ല, വളരെ യേസോർണോ സംസാരമേ ഉള്ളൂ. അവർ പറഞ്ഞ് ഫ്ലൈറ്റ് ക്യാൻസൽഡ് ആണെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് ഇവർ ഇറ്റലിയിൽ നിന്നുകൊണ്ട് ഈ മകൾ അമ്മയോട് ഇങ്ങനെ സംസാരിക്കും, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അപ്പോഴമ്മ പറയും, ഇടി ഫ്ലൈറ്റ് ഉണ്ട്, നിനക്ക് വേണ്ടി കർത്താവ് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യും, നീ വെയിറ്റ് ചെയ്യും, 4 മണി വരെ വെയിറ്റ് ചെയ്യാൻ പറയും. അതെന്ത് ഉദ്ദേശത്തിലാണ് ചേർത്തി പറയണത്? ഫ്ലൈറ്റ് ഉണ്ട്, നിനക്ക് വേണ്ടി അമ്മ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യും, അത് 4 മണി വരെ വെയിറ്റ് ചെയ്യാൻ പറയും. ഇവർ പറഞ്ഞ കറക്റ്റ് 4 മണി വരുമ്പോൾ ഒരു ഫ്ലൈറ്റ് ചാർട്ടാവും, ചെക്കിലേക്ക് ഒരു ഫ്ലൈറ്റ് ചാർട്ടായിട്ട് ഇവർ കയറിയിരിക്കും സന്തോഷത്തോടെ. ആ ഫ്ലൈറ്റിൽ എത്ര പേരുണ്ട്? 3 പേര്. ആളില്ല. ആ 3 പേരല്ല 30 പേരായാലും ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യണതാണ്, കാര്യം മുതലാകത്തില്ല. ഈ ചെക്കിലേക്ക് 3 പേരെയും വെച്ചുകൊണ്ട് അതിലൊന്ന് ഇവളാണ്, ബാക്കി 2 പേര് എയർ ഹോസ്റ്റസോ വേറെ ആരാണ്ടാണ്. ഈ ഒരാളെയും വെച്ചുകൊണ്ട് ചെക്കോസ്ലോവാക്യയിലേക്ക് ഫ്ലൈറ്റ് പോകും. ആരാണ് വിടണത്? ഈ കേരളത്തിൽ നിന്നുകൊണ്ട് ഈ പാവപ്പെട്ട അമ്മ വിടണതാണ്. ഇതാണ് ബലമെന്ന് പറയുന്നത്. ഇതിനെ പറഞ്ഞ് വെളിപാടെന്ന് പറയും. അമ്മ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ, മകളിനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും, നീ വെയിറ്റ് ചെയ്യുക, പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യും, അത് 4 മണി വരെ വെയിറ്റ് ചെയ്യാൻ പറയും. ഇതെന്തോ ഒരു കൺട്രോളിംഗ് ആണെന്ന് ചോദിക്കുക, കൺട്രോൾ ഓഫീസാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മൾ ബൈബിളിൽ പറഞ്ഞിരിക്കണതൊക്കെ ഇന്ന് സാധാരണ മനുഷ്യന് അനുഭവിക്കുകയും ഇതെങ്ങനെയാണ് വെളിപാട് അവർക്ക് കിട്ടണത്? ഇത് വെളിപാടാണല്ലോ. ഇത് 4 മണിക്ക് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യാൻ പോണതും അതൊരു നോൺസെൻസ് ഫ്ലൈറ്റാണ്. ഒരാളെയും കൊണ്ട് ചെക്കോസ്ലോവാക്യയിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് ഇവർക്ക് വേണ്ടി മാത്രം ചാർട്ട് ചെയ്യുകയാണ്. ദൈവം ഒറ്റ കൈ ചെയ്യും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം കാര്യങ്ങൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും, വെളിപാട് നൽകുകയും ചെയ്യും. ഈ വെളിപാട് വരെ എത്താനുള്ള സാധ്യത ഈ ഉടമ്പടിയിലുണ്ട്. അത് അച്ഛന്മാർക്കും ബ്രദേഴ്സിനും അതുപോലെ സിസ്റ്റേഴ്സിനും ശുശ്രൂഷകർക്കല്ല. ബൈബിളിൻ്റെ പോളിസി എന്താണ്? അന്നാളുകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാവർക്കും നൽകും. കൈയടിച്ച് കർത്താവേ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ആത്മാവാം ദൈവമേ വരണേ. സന്തോഷത്തോടെ കൈയടിച്ചുകൂടെ ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും സ്നേഹസഹത്തോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജോയൽ പ്രവാചന പുസ്തകം 2:28 വായിച്ചോളൂ. അന്ന് ഇങ്ങനെ സംഭവിക്കും. പറഞ്ഞേ, അന്ന് ഇങ്ങനെ സംഭവിക്കും. അന്ന് ഇങ്ങനെ സംഭവിക്കും. എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ഇതാണ് സാധനം. വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണുമെന്ന്. നിങ്ങളിൽ പ്രായമുള്ളവർക്ക് എന്താ സംഭവിക്കണത്? സ്വപ്നം കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവഹിതം, ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കാണും നേരെ മുൻകൂട്ടി. നിങ്ങളുടെ വൃദ്ധന്മാരെ, അതായത്
നിങ്ങളിൽ പ്രായമുള്ളവരെ എന്തു ചെയ്യും? അവർ സ്വപ്നങ്ങൾ കാണും, വരാൻ പോകുന്ന സംഭവങ്ങൾ. ദൈവം നമ്മളെ ഇസ്രായേലിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നപ്പോഴേ നമ്മൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നില്ലേ എന്ന് സങ്കീർത്തനം പറയും. അപ്പോൾ ദൈവത്തിൻ്റെ വഴികൾ ഒരാളിന് വേണ്ടി ഒരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യുക എന്നുള്ളത് സ്വപ്നം മാത്രമാണ്. പക്ഷെ ആ സ്വപ്നം ഉടമ്പടിയിൽ സംഭവിക്കുകയാണ്. നിങ്ങൾക്കൊരു സ്വപ്നം കണ്ടാൽ അത് അയാഥാർത്ഥ്യങ്ങളെയാണ് നമ്മൾ സ്വപ്നങ്ങളെന്ന് പറയുന്നത്. പക്ഷേ ഉടമ്പടിയിൽ അങ്ങനെയല്ല. ഉടമ്പടി യഥാർത്ഥ സംഭവങ്ങളെയും ദൈവ മനസ്സിനെയും വെളിപാടുകളെയും ആത്മനിറവിനെയും വിളിക്കുന്ന പേരാണ് ദൈവിക സ്വപ്നം. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവിക മനസ്സ് സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തി തരുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. മഹത്വം മഹത്വം. പ്രവാചകൻ വഴിയാ വാഗ്ദാനം ചെയ്തതു നിന്നാശ്രയിൽ നിറഞ്ഞിടുവാനാവിനെ ഭക്ഷിക്കണമേ. ആത്മാവിനെ വർഷിക്കണമേ. ദൈവമേ വാഗ്ദാനം ആത്മാവിനെ വർഷിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ ഇതുപോലെ ദൈവിക പദ്ധതികൾ, സ്വപ്നതുല്യമായ കാര്യങ്ങൾ ഉടമ്പടി സംഭവിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താ? സ്വപ്നതുല്യമായ കാര്യങ്ങൾ. ഇപ്പം നിങ്ങളെ രക്ഷിക്കാൻ ഒരു മാർഗ്ഗമില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വപ്നം കാണും ദൈവം. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത്? എന്തിൻ്റെ ബേസ് എന്താ? വെളിപാട് സ്വപ്നങ്ങൾ, സ്വപ്നം ഒരു വെളിപാടല്ലേ? അതിൻ്റെ ബേസ് എന്താ? അതിൻ്റെ ബേസ് എന്താണെന്ന് അറിയാതെ ഉടമ്പടി നിങ്ങൾക്ക് മുന്നോട്ട് പുരോഗമിക്കാൻ പറ്റത്തില്ല. സ്വപ്ന വെളിപാടുകളുടെ എന്താണ് ഉടമ്പടിയുടെ ആധാരം? അതിൻ്റെ ആധാരം യോഹന്നാൻ്റെ സുവിശേഷം 14:21. ശ്രുതികട. ഹല്ലേലൂയ. യോഹന്നാൻ 14:21. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. ഇത് ഉടമ്പടിയുടെ ഒരു കീ വേർഡാണ്. എല്ലാത്തിനും കീ വേണ്ടേ? നമുക്ക് മുറിയിൽ കീ ഉണ്ട്. കീ കളഞ്ഞു പോയുള്ള അവസ്ഥ അറിയാമല്ല. അതുപോലെ തന്നെ എല്ലാത്തിനും കീ ഉണ്ട്. കാറിനും കീ ഉണ്ട്, ബൈബിളിനും ജീവിതത്തിനും ഒക്കെ കീ ഉണ്ട്. കീ വേർഡ്. ആ കീ വേർഡ്